കേരള സ്റ്റോറി 2 ട്രെയിലർ കണ്ട് ഒരു കുട്ടീനെ ബീഫ് നിർബന്ധമായി കൊടുക്കുന്നത്. ഒരു പക്ഷേ ആ കുട്ടിക്ക് ഈ ബീഫിൻ്റെ കൂടെ പഴംപൊരിയോ പൊറോട്ട എന്തെങ്കിലും വേണ്ടി വരും. പക്ഷെ നമുക്കതൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ബീഫ് മാത്രം മതി. ഞാൻ ചോദിക്കുന്നത് ഈ ഡയറക്ടറോടാണ്, ഇയാൾ എവിടെ കണ്ടിട്ടാണ് ഈ കഥ ഉണ്ടാക്കി എഴുതിയത്? കേരള സ്റ്റോറി എന്താണ് ഞാൻ പറഞ്ഞുതരാം. 9 മാസമായ കുട്ടി ഈ ഭൂമിയോട് വിട പറയുമ്പോൾ 5 മക്കൾക്ക് ജീവൻ നൽകിയിട്ടാണ് കുട്ടി പോയത്. അതാണ് കേരള സ്റ്റോറി. 2018 പ്രളയം വന്നപ്പോൾ ജാതി മതം ഭേദമില്ലാതെ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഒരുമിച്ച് നിന്ന് ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അതാണ് കേരള സ്റ്റോറി. ഡയറക്ടർ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കേരളത്തിലേക്ക് വാ, എന്നിട്ട് സാധാരണക്കാരൊപ്പം ലേശം സ്പെൻഡ് ചെയ്യൂ. ചായക്കടയിലോ മാർക്കറ്റിലോ സ്കൂളിലോ. എന്നിട്ട് കേരളക്കാരെ കുറിച്ചിട്ട് പറയൂ. ജാതി മതം ഭേദം നോക്കാതെ ഒരു പ്ലേറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. കേരളത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി ഡയറക്ടറെ, ഞങ്ങൾ ചാണകമല്ല തിന്നണ, ബീഫാണ്, ബീഫ്.